ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മഹാദുരന്തം നിരവധി ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം പ്രകൃതിയുടെ അനന്തതയെക്കുറിച്ചും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമാണ്. ഒപ്പം പ്രകൃതിയുടെ തന്നെ ഭാഗമായ മനുഷ്യൻ്റെ പ്രകൃതിയിലെ ഇടപെടലുകളെക്കുറിച്ചും. ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ മൈത്രേയൻ ക്രിട്ടിക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വിഷയം നമ്മളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സവിശേഷ ജീവിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ ബാക്കി എല്ലാ ജീവികളും കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രമേസാണ്. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യരുടെ പുറത്തിരിക്കുന്ന അവരുടെ സാഹചര്യം മാത്രമായിട്ട് കാണുന്ന ഒരു തരത്തിലാണ് നമ്മളത് പോസ് ചെയ്യപ്പെടുന്നത്. മനുഷ്യനും പ്രകൃതി അങ്ങനല്ലേ പറയുന്നത്. സത്യത്തിൽ നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു സ്ഥലമുണ്ടോ? മനുഷ്യനും പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യരെവിടെ പോയാണ് ഈ പ്രകൃതിക്ക് പുറത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? അങ്ങനൊരു സംഭവമില്ല. അത് നമ്മുടെ ഒരു പ്രമേസാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ എനിക്ക് പ്രകൃതിയാണ്, ഞാൻ നിങ്ങൾക്ക് പ്രകൃതിയായിരിക്കുന്ന ഒരു പോയിൻറ്റിനകത്തും കൂടെ ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാതെ നമ്മുടെ പ്രകൃതിയെ അപ്പുറത്ത് നിർത്തുമ്പോൾ ആ ചോദ്യം അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. മനുഷ്യനും പ്രകൃതിയും, മനുഷ്യനും പ്രപഞ്ചവും എന്നെല്ലാം പറയുമ്പോൾ മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും പുറത്തിറങ്ങി എവിടെയോ നിൽക്കാൻ പറ്റുമെന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഒരു സമയം ഒരു സമയത്തും ഇല്ല. നമ്മളൊരു തുടർച്ചയിലാണ്. പ്രകൃതി എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ മനുഷ്യരും അതിലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിവിഷൻ സത്യത്തിൽ സിദ്ധാന്തപരമായിട്ടും സാധ്യമല്ല, യഥാർത്ഥ ലോകത്തുമില്ല. നമ്മളിങ്ങനെ പറയുമ്പം പ്രകൃതി എന്ന് പറയുന്നത് മറ്റ് ജീവികളേ ഉള്ളൂ, അല്ലാതെ എവിടെയാണ് ഈ പ്രകൃതി? ഇപ്പം മരങ്ങൾ ജീവികളല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണല്ലോ ആ ചോദ്യം ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നത്. ബാക്ടീരിയയും ജീവികളല്ലേ? ലോകത്തുള്ള എല്ലാ ജീവികളിലെ നമ്മളല്ലാത്ത സമാഹാരത്തിനെ നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡിവിഷൻ സാധ്യമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവിഷൻ സാധ്യമല്ലാത്തടത്തു നിന്ന് നമ്മൾ ആരംഭിക്കുന്നതാണ് ഈ ചോദ്യം വീണ്ടും പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ സവിശേഷ ജീവിയല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയാണ് മനുഷ്യൻ സ്പെഷ്യലായത്. അത് നമുക്ക് വരാം അതിനകത്തേക്ക്. അങ്ങനത്തെ ഒരു പക്ഷേ ഇപ്പം നമുക്ക് പ്രകൃതിയെപ്പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവനെ പറ്റി സംസാരിക്കാൻ ബാധ്യത വരും നമുക്ക്. അപ്പോൾ ജീവനെ പറ്റി സംസാരിക്കാൻ ബാധ്യത വരുന്ന സമയത്ത് ആദ്യത്തെ ജീവനെന്ന് പറയുന്നത് ആനഎയറോബിക് എന്ന് നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്തിരുന്നിടത്ത് ഉണ്ടായ ജീവിയെ പറ്റിയാണ് നമുക്കിപ്പോൾ അറിയുന്ന. നമ്മുടെ മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യൻ എന്നുള്ള ജീവൻ രൂപപ്പെടുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഓക്സിജൻ എന്ന് നമ്മളിന്ന് പറയുന്ന ജീവവായു എന്ന് പ്രാണവായു എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്നത്. ഇതില്ലാത്തടത്താണ് ജീവൻ ഉണ്ടായത്. അതെല്ലാം നമ്മൾ മറന്നു പോയിട്ടുണ്ട്. നമുക്ക് പിന്നീട് മനസ്സിലായിട്ടുള്ള, ആദ്യം നമുക്കറിയില്ല. കാരണം നമ്മൾ മനുഷ്യരിൽ നിന്നാണ് എല്ലാ ചിന്തകളും ആരംഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യവും അങ്ങനെ തന്നെ വരുന്നത്. പക്ഷേ ആദ്യത്തെ ആ ജീവികളിലെ ജീവിച്ച സമയത്ത് അവർ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് തള്ളിയതാണ് ഓക്സിജൻ. അവർക്ക് ജീവിക്കാൻ പറ്റാതായിപ്പോയി. എന്നിട്ട് അവർ ഇപ്പോൾ ഈ കടലിനടിയിലൊക്കെ ഈ ഓക്സിജൻ തീരെ ഇല്ലാത്ത സ്ഥലത്താണ് ഈ ആനഎയറോബിക് എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെ ജീവിക്കും. അപ്പം മനുഷ്യർ മാത്രമാണ് ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിച്ചതെന്ന് പറയുന്നത് ജീവചരിത്രത്തിനകത്ത്, ജീവൻ്റെ ചരിത്രം എടുത്താൽ അങ്ങനല്ല. ഏത് ജീവിയും അതുമാത്രമായി ജീവിക്കുകയും അതിൻ്റേതായ നമ്പർ കൂടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ മരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, മരം വലിയ ഓക്സിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടം പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടാകുകയും ആ സമയത്തൊക്കെ മരങ്ങളങ്ങ് ഉണ്ടായിട്ട് ഭൂമി മുഴുവൻ മരം കൊണ്ട് നിറഞ്ഞു പോയി. ഞാൻ മണ്ണുണ്ടെന്നുള്ളിടത്തെല്ലാം ഏറ്റവും വലിയ വൻമരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതിന് നിലനിൽക്കാൻ കഴിയാത്തത്രയും, കാരണം കാർബൺ ഡയോക്സൈഡ് മുഴുവൻ അതങ്ങ് ഉപയോഗിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് ഇല്ലാതെ ഭക്ഷണം ഇല്ലാതായി പോയിട്ട് തകർന്ന് വീണ മരങ്ങളുടെ വലിയ ശൃംഖലയുണ്ട്. അങ്ങനെയാണ് കോളുണ്ടായത്. നമ്മളിന്ന് കാണുന്ന കൽക്കരി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് അമിതമായി മരങ്ങൾ വളർന്ന് ഇല്ലാതായിപ്പോയതാണ്. അപ്പോൾ ഇത്
നമ്മൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവൃത്തികളുടെ ഫലമാണ് ഈ പ്രപഞ്ചത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഈ വളരെ മര്യാദ ഉള്ള ഒരു ജീവിയാണല്ലോ മരം. ഓടി നടന്ന് ആരെയും കടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആകപ്പാടെ ഡിഫൻസിന് വേണ്ടി, മറ്റുള്ളവർ അതിനെ തിന്നാതിരിക്കാൻ വേണ്ടി അരുചി, ദുർഗന്ധം, വിഷം ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുള്ളുമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പാവം പിടിച്ച ഒരു ഡിഫൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓഫൻസിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നിന്നിരുന്ന ആ മരമാണല്ലോ ഈ സകല തരത്തിൽ ഇഷ്ടം പോലെ വളർന്നിട്ട് മണ്ണിനടി പോയ സ്ഥലമുണ്ട്. അപ്പം മനുഷ്യർ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതെന്ന് പറയുന്നത് ലോകത്തിനകത്തെ ജീവനെപ്പറ്റി മനസ്സിലാക്കുന്ന സമയത്തല്ല, അങ്ങനെ അല്ലാത്തതാണ്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന സ്വയം ജീവിതത്തിന് വേണ്ടി എല്ലാം ഉപയോഗിച്ചുണ്ടായ ഏത് ജീവി കാലഘട്ടത്തിനകത്ത് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ കാണണം. അങ്ങനെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് കാണണ്ട. എന്താണ് സവിശേഷമായി മനുഷ്യർക്കുള്ളത്? ഇപ്പോൾ ഒരു കടുവ ഒരു മാനിനെ പിടിച്ച് തിന്നുമ്പോൾ ഇത് അവസാനത്തെ മാനാണെന്ന് അറിയാൻ അതിനൊരു മെക്കാനിസം ഇല്ല. മനുഷ്യർക്ക് ഇത് അവസാനത്തെ മാനാണ് ഞാനീ തിന്നുന്നതെന്ന് അറിയുന്ന മനുഷ്യരാണ്. അതിനെയാണ് നമ്മൾ തിരിച്ചറിവെന്ന് പറയുന്നത്. മറ്റേത് അറിയുക മാത്രമാണ്. ജീവൻ്റെ സാധാരണഗതിയിലുള്ള ചുറ്റുപാടിനെ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വശവും കൂടെ മനുഷ്യർക്കുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ സവിശേഷമായിട്ട് നിൽക്കുന്നത്. വരും വരായികൾ എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പര്യാലോചിക്കാൻ, പരിചിന്തനം നടത്താനുമുള്ള കഴിവ് മനുഷ്യർക്ക് സവിശേഷമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനനുസരിച്ച് തന്നെ കൃത്യമായി നമ്മൾ പെരുമാറാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ലോകം ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു വശത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ജീവിയും ആ ജീവിക്കുന്നതിൻ്റെ വരുംവരായകളെപ്പറ്റി തിരിച്ചറിവുണ്ടായിരിക്കുന്ന ജീവിയും ഒരേ സമയത്ത് നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഒരു കൂട്ടർ ലോങ് ടൈമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇത് ചെയ്യരുതെന്ന് പറയും. പക്ഷേ ഷോർട്ട് ടൈമായിട്ട് ആലോചിച്ചാൽ ഇത് ചെയ്യണമെന്ന് പറയും. ഈ കോൺട്രഡിക്ഷനിൽ നമ്മളെപ്പോഴും നമ്മളെല്ലാവരും വ്യക്തിഗതമായ ജീവിതത്തിലും ഒക്കെ എത്തിച്ചേരും. ഈ തിരിച്ചറിവ് വരെ മാത്രമേ സത്യത്തിൽ നമുക്ക് ഇതുവരെ ഉള്ളൂ. ആ തിരിച്ചറിവിനനുസരിച്ച് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ ഒരു കേന്ദ്രീകൃതമായ ഒരു മനുഷ്യ സമൂഹമൊന്നും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നും നമ്മൾ രാജ്യങ്ങളിനകത്ത്, ഒരു രാജ്യ അതിർത്തിക്കകത്ത് ചിന്തിക്കുന്നവരും അതിന് പുറത്തുള്ളവർ അന്യരായിട്ട് കാണുന്നവരും, രാജ്യ അതിർത്തിക്കകത്ത് തന്നെ നമ്മുടെ ആൾക്കാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെല്ലാമായി ചെറിയ 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 ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന ഒരു ജീവിയും കൂടാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. ഈ പ്രകൃതിയുടെ ഒത്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യർ മാത്രമല്ല, ആർക്കും കഴിയില്ല. ആര് കൂടിയാലും, ആരുടെ നമ്പർ കൂടിയാലും, ആരുടെ ജീവിതത്തിൻ്റെ അകത്തെ അവരുപയോഗിക്കുന്ന, അതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. എത്രത്തോളം ഊർജ്ജം ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കുന്നു എന്നനുസരിച്ചിട്ട്. ഇപ്പോൾ കാട്ടിനകത്ത് ആന നമ്പർ കൂടിക്കഴിഞ്ഞാൽ ആനയ്ക്ക് തിന്നുന്ന സാധനം ഇല്ലാതായിപ്പോഴും. അപ്പോൾ അതിന് അവിടുന്ന് ആഹാരം തേടി പോയേ പറ്റും. ഏത് ജീവിയുടെ നമ്പർ കൂടുകയും അത് ഉപഭോഗം വളരെ കൂടുന്ന ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആവും. റിസോഴ്സ് എന്ന് നമ്മൾ പറയുന്നതൊക്കെ വേറെ ജീവികളാണെന്നുള്ള കാര്യം ഇതിനിടയ്ക്ക് വെച്ച് മറന്നു പോരുത്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്തോ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമല്ല. ഏതോ ഒരു സമയത്ത് ഒരു ജീവിയെ ആഹരിച്ചാൽ മെച്ചമാണെന്ന് കണ്ടെത്തിയ ഒരു വലിയ കണ്ടുപിടുത്തമുണ്ട്. അതുവരെ ചുറ്റുപാടുമുള്ള കെമിസ്ട്രിയോ അല്ലെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജമോ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ജീവൻ നിലനിന്നിരുന്നത്. അതുവരെ വലിയ കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് അപ്പുറത്തിരിക്കുന്ന ആളിനെ ആഹരിച്ചാൽ എളുപ്പമാണെന്ന് കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തമുണ്ട്. ആ കണ്ടുപിടുത്തമാണ് ജീവനകത്ത് ശൃംഖല, ഭക്ഷണ ശൃംഖല എന്ന് പറയുന്ന ഈ രൂപീകരണം ലോകത്ത് സംഭവിച്ചത്. അപ്പോൾ അതിന് ശേഷം എളുപ്പം ജീവിക്കാൻ പറ്റുന്നതിനെ പറ്റിയുള്ള യുക്തികളാണ് ജീവൻ്റെ വികാസത്തിൽ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, നമ്മളിപ്പം മനുഷ്യജീവി എന്ന് നമ്മൾ വിളിക്കുന്നവരെ ഹോമോസാപ്പിയൻ എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അതൊരു 3 ലക്ഷം വർഷത്തിനകത്തേ ഉള്ളൂ. ഇനി മനുഷ്യകുലത്തിനെ എടുത്താൽ തന്നെ ഒരു 20 ലക്ഷം വർഷത്തിനകത്താണ് ഇപ്പം നമുക്കുള്ള കണക്കും നമുക്കറിയുന്ന നമ്മുടെ അറിവിനകത്ത് അത്രയേ ഉള്ളൂ. അവർക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിവെന്ന് പറയുന്ന മെക്കാനിസം ഉള്ളവർ.
വരും വരായികൾ വരുന്ന ലോകത്തിനെ പറ്റി ഇമാജിൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവ് കൊണ്ടാണ് നമുക്ക് ഭാവി, ഞാൻ അവിടെ ഭാവി ഇരിക്കുകയൊന്നുമല്ല, ഭാവിയിൽ വരുന്നത്, ഇനിയും വരുന്നത് ചെയ്യുന്ന, ഇവിടെ നമ്മൾ ആക്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം എങ്ങനെ വരും എന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയാണ് സവിശേഷമായിട്ട് മനുഷ്യർക്കുള്ളത്. അത് കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ പലതരത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. അതിലേതെങ്കിലും ഒന്നായിരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ പറ്റുമെന്നുള്ള നമ്മുടെ അറിവാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതിനെയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തേട്ട് വരുന്ന സമയത്ത് മനുഷ്യനെന്ന് പറയുന്ന ജീവി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പല എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള ലോകത്തിനകത്ത് ഈ ഇല്ലാതായി പോവുക എന്ന് പറയുന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മളാരും എന്തെങ്കിലും ചെയ്തിട്ടുള്ളതല്ല. മനുഷ്യൻ തന്നെ ഇല്ലാതിരിക്കുന്ന ലോകത്ത് നടന്നിട്ടുള്ള എക്സ്റ്റൻഷനൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഡൈനോസോറസിനെയൊക്കെ കാണുന്നത്. എന്ന് പറയുമ്പോൾ ഭൂമി കുലുക്കം, അഗ്നിപർവ്വതം പൊട്ടുന്നത്, പിന്നെ വലിയ മഴയുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങളുണ്ടാകുന്നത്, അതേപോലെ തന്നെ അന്യ ഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വരുന്ന ആസ്ട്രോയിഡോ അല്ലെന്നുണ്ടെങ്കിൽ മീറ്റിയോറൈറ്റൊക്കെ ഇടിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സൂര്യന് ചൂട് കൂടുക എന്ന് പറയുന്നത്, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന സമയത്ത് കൃത്യമായ വൃത്തത്തിലല്ലാതെ ഒരു മുട്ടയുടെ ആകൃതിയിൽ ആണ് അത് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ഭൂമി അകലുകയും അടുക്കുകയും ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇതേപോലെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നുണ്ട്. ഈ വ്യാഴവും ശനിയും വലിയ ഗ്രഹങ്ങളാണ്. അത് ഒന്നിച്ച് ഭൂമിയെ ആകർഷിക്കാൻ ഒരേ പോയിന്റിൽ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് വർഷത്തിനകത്ത് സംഭവിക്കുന്ന പോയിന്റുകളാണ് ഇതൊക്കെ. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അതിനെയാണ് നമ്മൾ മിലങ്കോവിച്ച് സൈക്കിൾസ് എന്ന് പറയും. അങ്ങനത്തെ അത് ആരെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിനകത്തൊന്നും നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. മനുഷ്യനെ ചെയ്യാനൊക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അതുപോലെ സൺസ്പോട്ട് ഉണ്ടായിട്ട് സോളാർ ഫ്ലെയർ ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിക്ക് അകത്തേക്ക് വന്ന് അത് അവിടെ ഉണ്ടാകുന്നതിൻ്റെ അളവ് കൃത്യമായി ഇത്രയാണെന്നുള്ളതല്ല, എല്ലാ വർഷവും കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ നമ്മുടെ ഓസോൺ പാളിയൊക്കെ ഇല്ലാതായി പോകും, അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരും, ഇവിടെ ഉണ്ടായിരിക്കുന്ന ജീവികൾ മുഴുവൻ ഇല്ലാതായി പോകുന്ന തരത്തിൽ സൺഫ്ലയറൊക്കെ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിനകത്തൊന്നും സത്യത്തിൽ ആർക്കും ഒരു നിയന്ത്രണം, ഇവിടെ ജീവിക്കുന്ന ജീവികൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ ഉണ്ടായോ അല്ലെന്നുണ്ടെങ്കിൽ നന്നായി ജീവിക്കുന്നത് വഴി ചുറ്റുപാടിനെ തകർക്കുന്ന യുക്തിക്ക് പുറത്താണ് ഈ പറയുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ നിൽക്കുന്നത് കൃത്യമായി ഒരുപോലെ എല്ലാ സമയത്തും നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നതിനകത്താണെന്ന് ചോദിച്ചാൽ ആ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യുന്നതും കൂടാണ്, ഒരുപോലല്ല. അപ്പോൾ ഒരു വളരെ വോളറ്റൈലായിട്ടുള്ള ഏത് സമയത്തും അപകടകരമായി വരാൻ സാധ്യതയുണ്ടായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന താരതമ്യേന മെച്ചപ്പെട്ട ഒരു തുടർച്ചയുടെ ലോകവും നമ്മൾ ഈ പ്ലാനൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം ആ ലെവലിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതൊന്നും നമുക്ക് തൊടാനൊക്കാത്ത ഒരു സ്ഥലമാണ്. ഭൂമി കുലുക്കം ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല, അത് തകർത്ത് കളയും. അതുപോലെ തന്നെ ആ ഭൂമി കുലുക്കം എന്ന് പറയുന്നത് പണ്ടാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമായിരുന്നു. ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്, ഭൂമിയുടെ മേളിലെ ക്രസ്റ്റ് എന്ന് പറയുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മർദ്ദത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നതിൻ്റെ തുടർച്ചകളിൽ ബാക്കി മുഴുവൻ പറയാൻ പറ്റും. അതുപോലെ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതും ഈ ടെക്ടോണിക് പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് അങ്ങ് പൊട്ടുന്നത് വലിയ ശക്തിയിലാണ് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ ഭൂമി മുഴുവനും കൂടെ മൂടിപ്പോകുന്ന കാലം ഉണ്ടായിപ്പോകും. സൂര്യപ്രകാശം വരാത്ത മാസങ്ങളോളം സൂര്യനെ കാണാൻ പറ്റാതൊക്കെ പോയിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് സൂര്യനെ ആശ്രയിച്ചാണല്ലോ ചെടികളും എല്ലാം നിൽക്കുന്നത്, അതിനെ ആശ്രയിച്ചാണല്ലോ മറ്റ് ജീവികൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയുള്ള ജീവികൾ മുഴുവനും എക്സ്റ്റെൻഡായി പോകുന്ന കാര്യമൊക്കെ ഒരൊറ്റ അഗ്നിപർവ്വതം പൊട്ടുന്നത്. പിന്നെ സൂപ്പർ വോൾക്കനോയുണ്ട്. സാധാരണ വോൾക്കനോ എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രദേശത്ത് മാത്രമേ ബാധിക്കത്തുള്ളൂ, പക്ഷേ സൂപ്പർ വോൾക്കനോ അങ്ങനെയല്ല, ഭൂമിയെ ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. ഇതിൻ്റെ നടുവിൽ കഴിഞ്ഞ ഒരു 10,000 വർഷമായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു ഭൂമിയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പറയുന്ന താളവേ ഉള്ളൂ പ്രകൃതി. നമ്മൾ പറയുന്ന പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അതൊരു നമ്മുടെ മുന്നിലുള്ള ഒരു
നമ്മുടെ ഒരു ചോയ്സ് കൊണ്ടുണ്ടായതല്ല. അത് അവിടെ അങ്ങനെ ആയിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള അറിവുകളും കാര്യങ്ങളും കൂടെ ചേർത്തും അതേ സമയത്ത് തന്നെ നമുക്കറിയാം, നമ്മളൊരു കുളം ഉണ്ടാക്കിയാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കും, മണ്ണ് കുഴിച്ചാൽ കുളം ഉണ്ടാകുമെന്നും കിണറുണ്ടാക്കാൻ പറ്റുമെന്നും, ഈ ഭൂമിയിലെ ചുറ്റുപാടും ആകർഷണ ശക്തിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം പിടിച്ച് ഒരു പൈപ്പിട്ട് അതിനൊരു ടാപ്പ് ഉണ്ടാക്കിയാൽ കൃത്യമായിട്ട് വെള്ളം തുറന്നാൽ വരികയും അടച്ചാൽ നിർത്തുകയും ചെയ്യാവുന്ന, ഇതൊക്കെ സ്വാഭാവികമായി പ്രകൃതിയിലുള്ളതല്ല. ഈ പറയുന്ന ആകർഷണശക്തി എന്ന് പറയുന്നതിനെ നമുക്ക് അനുകൂലമായി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന് പറയുന്നതാണ് നമ്മളൊരു പ്രവർത്തകനാണെന്ന്, നമ്മളൊരു ഏജൻ്റായി, നമ്മളൊരു പ്രവർത്തിക്കുന്ന ആളായി മനുഷ്യന് സ്വയം സങ്കല്പിച്ച് ചുറ്റുപാടിനെ സ്വാഭാവികമായി വന്നുകൊണ്ടിരുന്നത്, അതുവരെ വരുന്ന നാച്ചുറൽ എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു പതുക്കെ സംഭവിച്ചിരിക്കുന്നു. പതുക്കെയാണോ എപ്പോഴും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, മഴ പെയ്ത് വലിയ വെള്ളപ്പൊക്കം ഭൂമികൾക്ക് ഉണ്ടാകുക, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളുമുണ്ട്. നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് നമ്മുടെ ചുറ്റുപാടിനെ ഇത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപമാറ്റം വരുത്തി. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ വെള്ളം നിൽക്കുമെന്ന് കാണുമ്പോഴാണ് ഒരു ഇലയെടുത്ത് അതിനകത്ത് പിടിച്ച് ചോരാതെ നോക്കുന്നത്. ആ ഇലയ്ക്ക് പകരം ഒരു ചട്ടി ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നതാണ് നമ്മൾ ഈ പറയുന്ന ചുറ്റുപാടിനെ ഇണക്കുന്നതെന്നും ഞാൻ പറയുന്ന, അതിനെയാണ് ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന സ്ഥലം. അപ്പം ഞാൻ ഈ പറയുന്നത്, മനുഷ്യരെല്ലാവരും കൂടെ എവിടെയോ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിലാണ് നമ്മൾ കൊതിക്കുന്നത്. നമ്മൾ യുണൈറ്റഡ് നേഷൻസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് പലതരത്തിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനേക്കാളും മെച്ചപ്പെട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കാണുന്ന ലോകത്തൊക്കെയാണ് അത്രയും ആശയം ഉൽപ്പാദിപ്പിക്കുന്നിടം വരെ നമ്മൾ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവരവരുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെ ആകെത്തുകയായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വൻതോതിലെ മാറ്റങ്ങൾ വരും. അത് മറ്റ് ജീവികളുടെ ജീവിതം പോലെ തന്നെ മനുഷ്യരുടെ എണ്ണം കൂടുമ്പോൾ ഈ കഴിഞ്ഞ 100 വർഷം കൊണ്ട് 1927 200 കോടി ജനം ലോകത്തുള്ളതായിട്ട് നമ്മളുടെ പഠനവും കണക്ക്. ശരിക്കും പറഞ്ഞാൽ സെൻസസ് കംപ്ലീറ്റ് ഇല്ല, കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ അന്ന് സെൻസസ് ഉള്ളൂ. പക്ഷേ ബാക്കി അസംഷന് എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത്രയും പ്രദേശത്ത് ഇത്രയും ആൾക്കാരുണ്ടാകും എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ടാണ് 200 കോടി ജനം ഉണ്ടെന്ന് നമ്മൾ അന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 100 വർഷം ആയിട്ടില്ല, 24 ആയിട്ടുള്ളൂ. ഇനിയൊരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് 100 വർഷമാകുന്നത്. അതിനകത്ത് 600 കോടി ജനം കൂടിയിട്ടുണ്ട്. ഈ 600 കോടിയുടെ ജീവിതത്തിനെ നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഒരു 100 കൊല്ലം കൊണ്ട് മനുഷ്യർക്കുണ്ടായിരിക്കുന്ന ഗുണപരമായ, ഗുണം എന്ന് ഞാൻ പറയുമ്പോൾ നല്ലതെന്നുള്ള അർത്ഥത്തിലേ അല്ല, ഗുണപരത എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അനുകൂലം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഈ പറയുന്നത്. അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ 800 കോടി ജനത്തിനകത്ത് ഒരു 600 കോടിയും പണ്ട് നമ്മളൊരു രാജാവ് ജീവിച്ചതുപോലെ ജീവിക്കുന്നത്. അത് വേറൊരു സാധനം എടുത്ത് നമ്മൾ നോക്കിയാൽ മതി. ഒരു 1000 വർഷം മുമ്പ് ഒരു ആന ജീവിച്ചത്, ഒരു മാൻ ജീവിച്ചത്, ഒരു വെട്ടുക്കിളി ജീവിച്ചത്, ഒരു കടുവ ജീവിച്ചത്, അന്നത്തെ ഒരു മനുഷ്യൻ ജീവിച്ചതിൻ്റെ ഊർജ്ജ ഉപഭോഗം എന്ന് പറയുന്നതാണല്ലോ നമ്മളതിനകത്തെ മെഷറിംഗ് റോഡ്. എത്രത്തോളം ഊർജ്ജം ഉപയോഗിച്ചാൽ ജീവിച്ചത്, ജീവിത നിലവാരം പരിശോധിച്ച് നോക്കാൻ പറ്റും. നോക്കുമ്പോഴേ മനുഷ്യരുടേത് വളരെ വ്യത്യാസമാണ്, കൂടുതലാണ് എന്ന് കാണാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് മടങ്ങ് വ്യത്യാസമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് ജീവികളെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണെന്നുള്ളത് കാണണം. പഴയതുപോലെ തന്നെയാണ് കടുവ മാനിനെ തിന്നുന്നതും മാന ഓടുന്നതും എല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ. അപ്പം ജീവിതത്തിനെ, ചുറ്റുപാടിനെ അനുകൂലമാക്കി ഇണക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ സവിശേഷമായ കഴിവ് തന്നെയാണ് നമ്മൾ ധാരാളം സാമൂഹികമെന്ന് നമ്മൾ പറയുന്നതും ഈ പാരിസ്ഥിതികം എന്ന് പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിന് ഒരു സംശയം നമുക്ക് വേണം. അപ്പം മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ചുറ്റുപാട് ഇണക്കാനായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തി തന്നെ നമുക്ക് അനുകൂലമല്ലാതാക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതിന് സംശയം വേണം. അത് ഉണ്ട്, അത് അതിനകത്തുണ്ട്. അതാണ് ഞാൻ ഒരു ഉരുളുന്ന വണ്ടിക്ക് നമ്മൾ ഉന്തുന്നത് പോലെ. വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്നതാണ്, പക്ഷേ അതിനെ നമ്മൾ ഉന്തുവാണെങ്കിൽ അതിന് സ്പീഡ് കൂട്ടും. ഈ സ്പീഡ് കൂട്ടുന്ന പണി മനുഷ്യരുടെ
നമ്പർ കൊണ്ടും ജീവിത നിലവാരം ഉയർത്തുന്നത് വഴിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഇപ്പം താനും ഞാനും ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ജീവിത നിലവാരം നമ്മൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു കുഴപ്പമില്ലെന്നൊന്നും തീരുമാനിക്കും. പക്ഷേ ഏത് സമയത്തും ഒരു കാർ ഓടിച്ച് ഇഷ്ടമുള്ളിടത്തോട്ട് പോകാൻ പറ്റുന്നവരും ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. അവർക്ക് നമ്മളെ കണ്ടാൽ കഷ്ടമാണ് നമ്മുടെ ജീവിതമെന്ന് അവർക്ക് കാണാറുള്ളൂ. നമ്മൾ തന്നെ കാണാറുണ്ടല്ലോ, ദരിദ്രരെന്ന് നമ്മൾ പറയുന്ന മനുഷ്യർ, റോഡിൽ തെണ്ടി നടക്കുന്നവൻ ഭയങ്കര സന്തോഷവാനാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മളാരും തെണ്ടുന്നില്ല എന്നുള്ള കാര്യവും കാണേണ്ടതുണ്ട്. ലളിത ജീവിതം നയിക്കുന്ന യുക്തിയൊക്കെ നമ്മൾ പറയുമ്പോഴും നല്ല വീട്ടിനകത്ത് ലളിത ജീവിതം നയിക്കുന്നവർ തന്നെയാണ്. ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ലളിത ജീവിതത്തിനെ പറ്റി നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് എഴുതുകയും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ വ്യക്തി ജീവിതത്തിനകത്ത് ഞാൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളായിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് കാണുകയൊക്കെ ചെയ്യും. ഞാൻ ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങൾ. പക്ഷേ ഈ ഇരിക്കുന്ന കണ്ണാടി ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ചിലവ് ചെയ്തിട്ടുള്ളൊരു കണ്ണാടിയാണ് എൻ്റെ കണ്ണിലിരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പെന്ന് പറയുന്നത് ഞാൻ 2 ഉടുപ്പേ ഉപയോഗിക്കുന്നുള്ളെന്ന് പറഞ്ഞാൽ ശരി, അതൊരു മില്ലുണ്ടാക്കാതെ ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ലളിത ജീവിതം എന്ന് പറയുന്നത് വലിയ ചിലവേറിയ ലളിത ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഡിഫറൻസസ് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പം നമ്മളെല്ലാവരും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ട് തന്നെയാണ് മനുഷ്യരുള്ളത്. അതുകൊണ്ട് ആക്കം കൂട്ടിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് ഇൻഡിക്കേറ്റർ എടുത്താലും 3 നേരം ഭക്ഷണം കിട്ടിയവരും ഇത്ര നേരം ഉറങ്ങിയവരും നല്ല കട്ടിലേക്ക് കിടക്കുന്ന കൊതുകടിക്കാതെ കിടക്കുകയൊക്കെ ചെയ്യുന്നതും അടച്ച മുറിയിൽ കിടക്കുന്നതും നല്ല ടോയ്ലറ്റുള്ള വീടും വൃത്തിയാക്കാൻ കുളിക്കാൻ സോപ്പും ഒക്കെ ഉള്ള ഒരു ജീവിതത്തിനെ പറ്റിയാണ് നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഇൻഡിക്കേറ്റർ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അമിതമായി ചെയ്യുന്നു എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഈ 800 കോടി ജനത്തിനകത്ത് ഒരു 100 കോടി അമിതമായി ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും, നമ്മുടെ ഈ ക്രൈറ്റീരിയ മാത്രം എടുത്താൽ. പക്ഷേ ആ 100 കോടിയോട് ചോദിച്ചാൽ അവരാണ് ഏറ്റവും നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നില്ലെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേഡിൻ്റെ സ്ഥലം വരും. അപ്പോൾ സന്തോഷിച്ചാൽ മതി എന്നാണ് നമ്മുടെ ഗ്രേഡെന്ന് വെച്ചാൽ, റോഡിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസവും ലഭിക്കാത്ത ഒരു കുട്ടി വളരെ സന്തോഷത്തോടെ നടക്കാൻ പറ്റും. ഇപ്പോൾ കാട്ടിക്കഴിയുന്ന ആർക്കും സന്തോഷമില്ലെന്ന്, അവർക്കൊക്കെ സന്തോഷമില്ല, നമുക്ക് മാത്രമേ സന്തോഷമുള്ളെന്ന് കാണുമോ? പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് കാട്ടിൽ പോയി കൊതുകടിക്കുമ്പോൾ നമുക്ക് എന്തായാലും, നമ്മൾ എത്ര വിചാരിച്ചാലും കാട്ടിലൊക്കെ നമ്മളെല്ലാവരും പോകുന്നവരല്ലേ, സന്ധ്യയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാട്ടിൽ പോകുന്നത്. അതുമൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. കൊതുകടിച്ച് അതുവരെ നല്ല സന്ധ്യയല്ലേ, പക്ഷെ കൊതുക് കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര പ്രണയിക്കുന്നവരും സുഖകരമായി അവിടെ ഇരിക്കുമായിരുന്നെങ്കിലും ശരി, കൊതുക് കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തില്ല, നമ്മൾ എണീക്കാൻ തന്നെ. പാമ്പ് വരുമെന്നുള്ള പേടിയുണ്ടായാൽ പാമ്പൊന്ന് കടിക്കണം, അപ്പോഴാണ് മലയുടെ മണ്ടയിലിരിക്കുമ്പം അത് പരമാവധി അപകടകരമാണെന്ന് അനുഭവിക്കുന്നത്. കാട്ടി വെച്ചൊക്കെ പാമ്പ് കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ കാട്ടി വന്നത് തന്നെ അപകടമാണെന്ന് കണ്ടെത്തും. അതുവരെ അങ്ങനെയല്ല, നല്ല കുളിരും കളകളാരവ ഉപയോഗിക്കുന്ന നദിയുമൊക്കെ കണ്ടുകൊണ്ടിരുന്ന പാർട്ടികൾ തന്നെയാണ്. ഉരുണ്ട് വീണ് കാലൊടിഞ്ഞാൽ മതി, അതോടെ 20 പേര് ഒന്നിച്ചു പോയാലും ശരി, ആ ഒടിഞ്ഞവൻ്റെ കാല് നേരെയാക്കാൻ അവനെ എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നതാണുള്ള ഘട്ടം. അപ്പം നമ്മൾ എമർജൻസിക്ക് സാധനങ്ങളില്ലെന്നും നമുക്ക് കാഷ്വാലിറ്റിയിൽ സാധനമില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ അത് ആപേക്ഷികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിനെ അധികമാണെന്ന് നമ്മൾ പറയുന്നതെല്ലാം ആപേക്ഷികമായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വയനാട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് പറഞ്ഞൊന്നും തെറ്റാണെന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷെ വീണ്ടും ഈ പറയുന്നതിൽ ആരോ കുറച്ച് പേര് മാത്രം ചെയ്യുന്ന ചില പ്രവൃത്തി, ചില ആൾക്കാർ മാത്രം ചെയ്യുന്നതായിട്ട് മാത്രം അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യർ അവിടെ ചെന്ന് ആ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും, കാട്ടിൽ കഴിയുന്ന ആദിവാസികളെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരും, അവിടെ കാട്ടിൽ കയ്യേറിയെന്ന് നമ്മൾ പറയുന്നത്, കാരണം ഇത് നാട് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണല്ലോ കാടുണ്ടായത്. കാടും നാടും എന്ന് പറയുന്നത് നേരത്തെ കാടേ ഉണ്ടായിരുന്നുള്ളൂ, കാട്ടിൽ കഴിഞ്ഞ ഗോത്രത്തിൽ കഴിഞ്ഞവരേ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അവർ വെട്ടി സകല മരങ്ങളും വെട്ടി കത്തിച്ച് ചാമ്പലാക്കി കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ പറയുന്ന നാട്.
ഇപ്പം ഞങ്ങളിപ്പം നല്ല ആൾക്കാരാണ്, കാരണം ഞങ്ങളിപ്പോൾ കാടൊന്നും വെട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ കാട് വെട്ടി നാടാക്കിയവരാണ് ഈ മെയിൻ സ്ട്രീമിൽ ജീവിക്കുന്ന ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ കഴിയുന്നവരാണ്. അപ്പം നമ്മളിതിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അങ്ങനെയുള്ള സാധനമുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കാണേണ്ടതുണ്ട്. ഇപ്പം കാടും നാടും ഉള്ള സമയത്ത് ആ ഡിമാർക്കേഷൻ കണ്ടെത്തിയാണ് നമ്മൾ ആദ്യകാലത്ത് പണ്ട് രാജാക്കന്മാർ രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിനപ്പുറത്തുള്ളതെല്ലാം കാടായിട്ടാണ് കണ്ടിരുന്നത്. കാട്ടിൽ കാട്ടാളന്മാരുണ്ടായിരുന്നു, അല്ലാതെ ആദിവാസികളല്ല, കാട്ടാളന്മാരെന്നായിരുന്നു കാണുന്നത്. അപ്പോൾ ഈ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ കാട്ടാളരെ ആക്രമിക്കാനും രാക്ഷസന്മാരാക്രമിക്കാതെയും മറ്റ് കള്ളന്മാരാക്രമിക്കാതെയും ഈ വ്യാപാരികളെ കൊണ്ടുപോകുന്നതിന് സപ്പോർട്ട് കൊടുക്കുന്ന രാജാവിനെയാണ് നല്ല രാജാവായിട്ടൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു നഗരത്തിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക്, രാജ്യം എന്ന് പറഞ്ഞാൽ കാട്ടിനകത്തെ ഒരു പട്ടണത്തിനെയായിരുന്നു അന്ന് രാജ്യം എന്ന് പറഞ്ഞാൽ, മറ്റേത് കാടായിരുന്നു. അത് കഴിഞ്ഞ് നഗരങ്ങളൊക്കെ വലുതായി നമ്മൾ ഇന്ന് കാണുന്ന രാജ്യങ്ങളുണ്ടായപ്പോഴാണ് രാജ്യത്തിനകത്തായി കാടല്ല. അപ്പോഴത്തൊട്ടാണ് അത് റിസർവ് ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അളന്ന് ഇപ്പോൾ തമിഴ്നാടിനും റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, കേരളത്തിന് റിസർവ് ഫോറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിനകത്ത് ഈ കാട് നാടും നമുക്ക് ഒരുപോലെ വേണം എന്ന് കാണുന്നത് നാട്ടിൽ താമസിക്കുന്നവരുടെ സങ്കല്പമാണ്. ഇപ്പോൾ കാട്ടിലാണ് കഴിയുന്നവരെ സംബന്ധിച്ചോളം നാട്ടിലേക്ക് വരണമെന്ന് അവർക്ക് ഇതുവരെ താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ കാട്ടിൽ കഴിയുന്നവർ. ഇപ്പോൾ കാട്ടിൽ മറ്റ് ജീവികൾ, ഒരു ജീവിയും എന്നാൽ തിരുവനന്തപുരത്തേക്ക് വന്നോ അല്ലെങ്കിൽ തൃശ്ശൂരേക്ക് വന്ന് സാഹിത്യ അക്കാദമിയുടെ വാതിൽക്ക് ഇരുന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ആനയും വരുന്നുണ്ടോ? ഒന്നുമില്ല. അവരാരും ഇങ്ങോട്ട് ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്കാണ് ഈ കാടും നാടും ഉള്ളത്. അപ്പം നമ്മളാണ് ഈ കാട് അവിടെ നിൽക്കണമെന്ന് ഇന്ന് പറയുന്ന യുക്തിക്ക് പറയുന്നത് മുഴുവനും നാട് നമ്മുടേതാക്കി മാറ്റിയവരുടെ ആവശ്യപ്രകാരമുള്ള കാട് മാത്രമാണ്. അതുകൊണ്ടാണ് റിസർവ് ഫോറസ്റ്റ് ആയത്. അപ്പോൾ കാടും നാടും എന്ന് പറഞ്ഞ ആ പോയിന്റിനകത്ത് നമ്മൾ ഈ മനുഷ്യർ കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്ന പഴയ സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഞാൻ കൂട്ടമാകാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, രാജ്യത്തിനകത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഞ്ചായത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഡിസ്ട്രിക്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, സംസ്ഥാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഏത് ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ സാധ്യമാകത്തുള്ളൂ. അത് എത്രത്തോളം ഞാൻ ഒന്നിച്ച് ചേർത്ത് ഇണക്കി നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വീണ്ടും ഭൂരിപക്ഷ തീരുമാനത്തിന് അപ്പുറത്തോട്ട് നമുക്ക് ഇനിയും എത്താനൊക്കത്തില്ല. ഇതിൻ്റെ സഫർ ചെയ്യുന്നവരെപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ റോഡിന് വീതി കൂട്ടും, അതാണ് ഇപ്പോൾ നമുക്ക് എടുക്കാം. റോഡിന് വീതി കൂട്ടുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന വരുമാനം നമ്മൾ അവിടുന്ന് ആ റോഡിൻ്റെ സ്ഥലത്ത് ഒരു 3 സെൻറ്റ് സ്ഥലത്ത് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളിന് കൊടുക്കുന്ന 10 ഏക്കർ സ്ഥലം നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചോ. പക്ഷേ ഒരു മലയുടെ ചരിവില കൊടുക്കുന്നതുണ്ടെങ്കിൽ അയാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പാടാം. കാരണം അയാൾക്ക് ഈ ഹോട്ടൽ നടത്തിയിട്ടുള്ള വരുമാനവും അതിനകത്തുള്ള പണി അയാൾക്ക് അറിയാവും. അല്ലാതെ ആ ഭൂമിയിൽ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് നടക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 60-70% ആൾക്കാരുടെ ജീവിത നിലവാരത്തിന് ഒരു 30% വില കൊടുക്കാൻ ബാധ്യത. ഈ വില നീണ്ട കാലത്തിലുള്ള കോമ്പൻസേഷനായി ഡിക്ലെയർ ചെയ്ത് കൊടുത്ത് അവരെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എടുത്താലേ നമ്മൾ ഈ നിങ്ങൾ പറയുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കാട്ടിൽ ഇനി ആളുകൾ കയ്യേറുണ്ടെന്നോ അല്ലെങ്കിൽ കാട്ടിനകത്ത് ഇനി ഇത്രയും ഇപ്പം നമ്മൾ പരിസ്ഥിതി ലോല പ്രദേശത്ത് വന്ന ആളുകൾ അവരെ മാറ്റി താമസിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവരെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത നിലവാരത്തിൽ നിന്ന് പുറകോട്ട് പോകാതെയും വരുന്ന ഒരു തലമുറയ്ക്കെങ്കിലും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന നിലവാരത്തിലുള്ള ആക്ഷൻ പൊതുവെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് ഞാനൊരു പാലം പണിയുന്ന സമയത്ത് കടത്തുന്ന ആളിന് നഷ്ടം ഉണ്ടാകുമെന്ന് അറിഞ്ഞ് അയാളുടെ അടുത്ത തലമുറയ്ക്കും നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഈ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഇപ്പം നമ്മളവിടെ കാട്ടിനകത്ത് പറയുന്ന ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളോട് ചെയ്തു കൊടുക്കുന്നത് ഒരു പൊതുവായ ആവശ്യമായി കണ്ടെത്തി കോമ്പൻസേഷൻ കൊടുക്കുന്നത് മാത്രമേ സാധിക്കൂ. അത് ചെയ്യാതെ നമ്മൾ ആളുകളെ അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ആളുകൾ മാറുകയില്ല. അവരവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്ന സമരവും ചെയ്യുന്ന എല്ലാം ചെയ്യേണ്ടി വരും. നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും.
അത് പണ്ട് നമ്മളിപ്പം ഡാം ഉണ്ടാക്കുന്ന സമയത്ത് കാട്ടിനകത്ത് വെള്ളം പിടിക്കുന്ന സമയത്ത് നഷ്ടമില്ലെന്ന് വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. കാട് നഷ്ടം ഉണ്ടാക്കുന്നതാണെന്നും അത് അവിടുത്തെ മൃഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന പോലൊരു തിരിച്ചറിവ് ഇതിനകത്തുണ്ടായേ പറ്റും. ഈ തിരിച്ചറിവിനനുസരിച്ചിട്ട് ഓരോ വാർഡ് തലം തൊട്ട് പഞ്ചായത്ത് തൊട്ട് ഈ പറയുന്ന ഡിസ്ട്രിക്റ്റ് വരെയുള്ള മേഖലകളിനകത്ത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത നിലവാരത്തിന് കോട്ടം തട്ടാതെ മാറ്റി പാർപ്പിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയകൾ മുഴുവനും നമ്മൾ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉറപ്പ് വരുത്തുന്നതാണ് ഇതിനകത്ത് സാധ്യമായ പരിഹാരം. ബാക്കി നമ്മൾ ഈ പറയുന്നത് ആരെങ്കിലും ജീവിക്കുമ്പോൾ ലോകത്ത് ഇഫക്റ്റ് ഉണ്ട്, സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് അത് ചില മരുന്നുകൾക്ക് മാത്രമേ ഉള്ളൂ, ലോകത്തില്ല. ഇയാളൊരു കസേരയിൽ ഇരുന്നാൽ കസേര അറിയാതിരിക്കൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഭാരമില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതൊരു പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് അപ്പം അതിനെ കാല് പരന്നു പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇഫക്റ്റ് ഇല്ലേ ഉണ്ടോ, സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്നുള്ളതല്ല, ലോകത്ത് ഏത് ജീവി ജീവിച്ചാലും ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും ഉള്ള ജീവിതമേ സാധ്യമാകത്തുള്ളൂ. അതിനകത്ത് ഇത് അറിഞ്ഞ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുന്ന പ്ലാനും പദ്ധതിയും അതിൻ്റെ ലോക്കൽ ലെവലിൽ തന്നെ അത് ചെയ്തെടുക്കാൻ കഴിയുന്ന നിലവാരത്തിൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ഒരു സമഗ്ര പ്ലാൻ ഒരു പ്രദേശത്തിന് വേണ്ടി അത് ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേളിൽ നിന്ന് ഉൽക്ക വീഴത്തില്ലെന്നുള്ള അർത്ഥമൊന്നുമില്ല. അടുത്ത വേണം മഴ മര്യാദയ്ക്ക് പെരുമാറും എന്നുള്ള അർത്ഥമില്ല. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഒരു പരിഹാരം അതാണ്. അടുത്തത് പ്രിപ്പറേഷനാണ്. വരും വരായികളെ പറ്റിയുള്ള നമ്മുടെ അറിവ്. ലോകവ്യാപകമായി മനുഷ്യജീവിതം ഈ 800 കോടി ജനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ലോകം മാറിക്കൊണ്ടിരിക്കുന്നതും ചൂട് വർദ്ധിക്കുന്നതും അല്ലെങ്കിൽ തണുപ്പ് കൂടുന്നതോ കുറയുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷം, അതിനെയാണ് നമ്മൾ കാലാവസ്ഥ വ്യതിയാനമെന്ന് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ നമ്മളിന്ന് പറയുന്ന ഈ സംഭവം ലോകത്തുണ്ട്. ഇനിയും പെയ്യുന്ന എല്ലാ മഴയും കടുത്ത മഴകളായിരിക്കും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അത് നമുക്ക് തടയാനൊക്കുന്ന പോയിൻ്റല്ല. ഐസേജ് ഉണ്ടാകുന്നത് തടയാനൊക്കുന്നവരല്ല. നമ്മൾ ജീവിക്കുന്നത് വഴി കുറച്ച് തടയാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന നല്ല പെര ഉണ്ടാക്കിക്കൊണ്ടും എയർ കണ്ടീഷൻ ചെയ്തും ഒക്കെ നമ്മൾ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം സൈഡ് ഇഫക്റ്റുകൾ ലോകത്തുണ്ടായിക്കൊണ്ട് മാത്രമേ ഒക്കുകയുള്ളൂ. അപ്പം നമ്മൾക്ക് ജീവിത നിലവാരം ഉയർത്തുക, ലോഞ്ചിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ധാരാളം രോഗങ്ങൾ വരുത്തുന്ന ശരീരം ഉണ്ടാക്കുമെന്നുള്ള കാര്യം അറിയണം. വയസ്സാകുമ്പോൾ തുണി പിഞ്ചിയതുപോലെ ആകും. അല്ലാതെ ലോഞ്ചിവിറ്റി കൂടുമ്പോൾ മുഴുവൻ ക്ലിയർ ആയിട്ടിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളെല്ലാം ക്യാൻസർ പിടിച്ച് മരിക്കുമെന്ന് അറിയുന്നത് പോലെ തന്നെ അറിയണം. മരണിക്കുന്നൊരു ജീവി പോലെയാണ്. അത് അറിയണം, മരണം വരും. അല്ലാതെ കറക്റ്റായിട്ട് ജീവിച്ചാൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ആക്കം കുറയ്ക്കാനും നിയന്ത്രണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സമാധാനങ്ങളേ ലോകത്തുള്ളൂ. അല്ലാതെ മനുഷ്യരെല്ലാവരും കൂടെ നന്നായി എല്ലാവരും കൂടെ പാട്ട് പാടി കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് ആരംഭിക്കേണ്ട. അങ്ങനെ കഴിയില്ല. ഇത്രത്തോളം വരെ നമുക്കറിയണം. ലോകത്തിനെ പറ്റി മനസ്സിലാക്കി ചെയ്യാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് എക്സർസൈസ് ചെയ്യുക എന്ന് പറയുന്നതും ഡയറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരോഗ്യം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ മരിക്കത്തില്ലെന്ന് ഇടയ്ക്ക് വെച്ച് തെറ്റിദ്ധരിച്ചു പോരുത്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാറ്റിവെക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്നതിനെ മാറ്റിവെക്കുന്നത് അത് ലഘൂകരിക്കാൻ പറ്റും. വീഴ്ചയും വയസ്സാകുക എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ ലഘൂകരിക്കാൻ പറ്റും. ഇത് മാത്രമാണ് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ളത്. അതല്ലാതെ പ്രശ്നം പരിഹരിച്ച ഒരു ജീവിതം ലോകത്തുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് ആരംഭിക്കും.